3 വർഷം മുമ്പ് കോവിഡിൻ്റെ ആ ലോക്ക്ഡൗൺ സമയത്താണ്, എനിക്കൊരു 23 വയസ്സായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ മുന്നിൽ വെച്ച ആശയം എന്ന് പറയുന്നത് മാതൃഭാഷയിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കിൽഡായ വർക്കേഴ്സ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഒരു പ്രോപ്പർ സ്കില്ലും അത്യാവശ്യം എക്സ്പെർട്ടീസുള്ള വർക്കേഴ്സിന് എണ്ണം വളരെ കുറവാണ്. ആ വർക്കേഴ്സിനെ എണ്ണം കൂട്ടാനായിട്ട് ഒറ്റൊരു മാർഗ്ഗമുള്ളൂ. നമ്മളുടെ കേരളത്തിലായിക്കോട്ടെ, നമ്മളുടെ ഏറ്റവും ഇൻറ്റീരിയർ പാർട്സ് ഉള്ള ആൾക്കാർ വരെ ആ സ്കില്ല് പഠിച്ചിട്ട് മുമ്പിലേക്ക് വരണം. അപ്പോഴേ നമ്മൾ സ്കിൽഡായ വർക്കേഴ്സിന് എണ്ണം കൂടുള്ളൂ. ആ ഒരു ലക്ഷ്യം നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടി, ആ ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാതൃഭാഷ എന്നുള്ളൊരു ആസ്പെക്റ്റിൽ അവബോധം സ്റ്റാർട്ട് ചെയ്തത്. ഏത് കോഴ്സസ് നമ്മൾ റൺ ചെയ്യുമ്പോഴും അവരുടേതായ മാതൃഭാഷയിലാണ് റൺ ചെയ്യുന്നത്. തുടങ്ങിയ സമയത്ത് ഒരു കോഴ്സും ഞാൻ മലയാളത്തിൽ പഠിപ്പിക്കുന്ന ആ ഒരു കോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ 36 കോഴ്സസ് 6 റീജിയണൽ ലാംഗ്വേജസിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. കാരണം മാതൃഭാഷയിൽ പഠിപ്പിക്കുമ്പോൾ കൂടുതൽ ജനങ്ങൾ, കൂടുതൽ വിദ്യാർത്ഥികൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമ്പോൾ തന്നെ കൂടുതൽ സ്കിൽഡ് വർക്കേഴ്സിനെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. തുടങ്ങിയ സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള കോഴ്സാണ് ഞാൻ തന്നെയാണ് ഡയറക്റ്റ്ലി പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു കോഴ്സിൽ നിന്ന് മറ്റേ കോഴ്സിലേക്ക് മാറണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കാൻ തുടങ്ങി. നമ്മളെല്ലാവരും കാണുന്നുണ്ട്, നമ്മൾ പലരും 3 വർഷത്തെ കോഴ്സും 4 വർഷത്തെ ഡിഗ്രി കോഴ്സിൽ ചേരുന്ന സമയത്ത് നമ്മളുടെ ഒരു ഇമ്പൾസീവായിട്ടായിരിക്കും നമ്മൾ ചേരുന്നത്. നമ്മൾ പാരൻസ് പ്രഷർ ചെയ്യുന്നതുകൊണ്ടൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ് ഒരു കോഴ്സിന് പോയി അങ്ങനത്തെ ആശയങ്ങൾ. പക്ഷെ നമുക്ക് ആ കോഴ്സ് പറ്റില്ലായിരിക്കും. ഇതേ കാര്യം വളരെ കോമൺ ആണ്, നമ്മുടെ നാട്ടിലും വളരെ കോമൺ ആയ ഒരു കാര്യമാണ്. അതിന് ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ അവബോധയിൽ ഒരു കോഴ്സിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആ കോഴ്സ് പറ്റുന്നില്ല എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് അവബോധയിൽ വേറെ ഇപ്പോൾ 36 കോഴ്സസ് ഉണ്ട്. ഈ 36 കോഴ്സസിൽ വേറെ ഏതെങ്കിലും കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറാം. ആബ്സൊല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് മാറാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു എക്സ്പ്ലോറേഷനാണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഫിസിക്കലി കുട്ടികൾക്ക് വന്നിരുന്ന് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അവബോധയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവബോധ 100% ജോബ് അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് പേഴ്സണലൈസ്ഡ് ഇൻ്റർവ്യൂ ട്രെയിനിങ് സെഷൻസ് ഓരോ സ്റ്റുഡൻസിനും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഫോർമാറ്റാണ് ജാപ്പ് എന്ന് പറയുന്നത്, ജോബ് എക്സലറേഷൻ പ്രോഗ്രാം, JAP. നമ്മളുടെ അവബോധത്തിനകത്ത് നമ്മുടെ കോർപ്പറേറ്റ് പാർട്ട്നേഴ്സ് ത്രൂ വന്നിരിക്കുന്ന വേക്കൻസീസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഈ വേക്കൻസീസിനകത്ത് നിങ്ങൾക്ക് സൂട്ടായിരിക്കുന്ന വേക്കൻസി എന്താണ് നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്യാം. ലൊക്കേഷൻ അനുസരിച്ച്, സാലറി അനുസരിച്ച്, ജോബ് റോൾ അനുസരിച്ച് നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പർട്ടിക്കുലർ കമ്പനിക്ക് അനുസരിച്ചുള്ള ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന ജോബ് ID ഇൻഫോസിസ് എന്നുള്ള സ്ഥാപനത്തിലേക്ക് വേണ്ടിയാണെങ്കിൽ, ഇൻഫോസിസ് എന്നുള്ള കമ്പനി എന്താണ്, ആ കമ്പനിയുടെ ഫൗണ്ടർ ആരാണ്, ഓണർഷിപ്പ് എങ്ങനെയാണ്, അത് കമ്പനിയുടെ മിഷൻ എന്താണ്, എത്തിക്സ് എന്താണ്, ആ ട്രെയിനിങ് സ്റ്റാർട്ടിങ് വെച്ചിട്ട് നമ്മൾ ബാക്കി ആ ജോബ് റോളും ബാക്കി അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനും അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബാങ്കിങ് വെർട്ടിക്കലിലേക്കാണ് ഹയറിംഗ് നടത്തുന്നതെന്ന് വെച്ചാൽ ബാങ്കിങ് വെർട്ടിക്കൽ എന്താണ്, അതിൽ എന്തൊക്കെ സ്കിൽസ് വേണം, അത്ര മൈന്യൂട്ടായിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും നമ്മൾ ജാപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ വർക്കിംഗ് ഡേയ്സിലും വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് നമ്മൾ ജാപ്പ് വെച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും വർക്കിംഗ് പ്രൊഫഷണൽസിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളവിടെ പോണ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ പരീക്ഷയ്ക്ക് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക്, അതായത് ഇൻ്റർവ്യൂക്ക് പോണ സമയത്ത് അവർ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും A to Z ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും.